മന്ത്രി തോമസ് ഐസക്കിന് ഹസ്തദാനം ചെയ്ത നിയമവിദ്യാർത്ഥിനിയെ അപകീർത്തിപ്പെടുത്തിയ കേസ് റദ്ദാക്കണമെന്ന പ്രഭാഷകന്റെ ഹർജി ഹൈക്കോടതി തള്ളി. മാർക്കസ് ലോ കോളേജ് നിയമവിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കുന്നമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശി നൌഷാദ് അഹ്സനി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. കേസിൽ പ്രത്യേക അന്വേഷണം നടത്തണമെന്നും ജസ്റ്റിസ് വിജയരാഘവൻ ഉത്തരവിട്ടു. കാരന്തൂർ മർക്കസിൽ പൊതുപരിപാടിക്കെത്തിയ മന്ത്രി തോമസ് ഐസക്കിന് ഹസ്തദാനം ചെയ്ത നിയമവിദ്യാർത്ഥിനിയെ പൊതുവേദികളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് വിദ്യാർത്ഥിനി നൽകിയ പരാതിയിലാണ് നൌഷാദ് അഹ്സനിക്കെതിരെ കുന്നമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നൽകുന്നതിനിടെയാണ് മന്ത്രിക്ക് ഹസ്തദാനം നൽകിയത്. ഇതിനെതിരെയാണ് നൌഷാദ് അഹ്സനി പൊതുവേദികളിൽ പ്രസംഗിച്ചത്. വിദ്യാർത്ഥിനി ഹസ്തദാനം നൽകുന്നതിന്റെ വീഡിയോ പ്രദർശിപ്പിക്കുകയും വ്യഭിചാരമാണ് നടക്കുന്നതെന്ന് പ്രസംഗിക്കുകയുമായിരുന്നു. ഇതിനെതിരെ വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ കുന്നമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നൌഷാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കേസ് റദ്ദാക്കാനാവില്ല എന്ന് നിരീക്ഷിച്ച കോടതി പ്രത്യേക അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. നേരത്തെ കാന്തപുരം വിഭാഗത്തിന്റെ പ്രഭാഷകനായിരുന്നു നൌഷാദ്. ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതോടെ നരിക്കുനി കുരുവട്ടൂർ ആസ്ഥാനമായി ഖാദി മുസുന്ന എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. ആശയമുന്നേറ്റം എന്ന പേരിൽ നാടുനീളെ നടത്തുന്ന പ്രഭാഷണ പരിപാടിയിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാതെയാണ് സംസാരിക്കുന്നതെന്ന പരാതി ഇയാൾക്കെതിരെ വ്യാപകമാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ നിരവധി പരിപാടികൾ നാട്ടുകാരും പോലീസും ഇടപെട്ട് തടഞ്ഞിരുന്നു. നൌഷാദിന്റെ പരിപാടികൾ രഹസ്യാന്വേഷണ വിഭാഗവും നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് പ്രത്യേക അന്വേഷണം നടത്താൻ ഹൈക്കോടതിയും ഉത്തരവിട്ടത്. ടീം വിഷൻ ന്യൂസ്, താമരശ്ശേരി.